ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനെത്തുന്ന ജിതിൻ കെ ജോസ് സിനിമയുടെ ഫസ്റ്റ് ലുക്കും അതേപോലെ തന്നെ അതിന്റെ ടൈറ്റിലും പുറത്തു വന്നിരിക്കുകയാണ്. എൻ്റെ അമ്മോ, കൊടൂരമായിട്ടുള്ള ഒരു സംഭവം എന്ന് തന്നെ പറയാം. ഭ്രമയുഗത്തിന് ശേഷം അടുത്ത മിന്നിക്കുന്ന സംഭവമാണ് മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന പേരിട്ടിരിക്കുന്ന ഈ ഒരു ചിത്രം വന്നിരിക്കുന്നത്. ആദ്യം വിനായകന്റെ പോസ്റ്റർ അടിച്ച് വന്നെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ പിന്നീട് മമ്മൂട്ടിയുടെ ആ ഒരു പോസ്റ്ററുമായി വരുന്നു. രാത്രി 9 മണിക്ക് മറ്റൊരു ഗംഭീര അപ്ഡേറ്റ് ഉണ്ടെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. എന്താണേലും നമ്മൾ മലയാളികൾ ഭാഗ്യവാന്മാരാണ്, മമ്മൂട്ടി ആരാധകർ ഭാഗ്യവാന്മാരാണ്, മമ്മൂട്ടി എതിരാളികളും ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്ക് ഇതേപോലെ ഒരു നടനേ ഉള്ളൂ. ഇമാതിരി ക്യാരക്ടർ പോസ്റ്ററൊക്കെ വരണമെങ്കിൽ എതിരാളികൾക്ക് പോലും കൈയടിക്കാം. കാരണം അവർക്ക് ഇതൊക്കെ ആഗ്രഹിക്കാൻ മാത്രമല്ലേ കഴിയൂ എന്നുള്ള ആ ഒരു സഹതാപം നമ്മുടെ മനസ്സിലുണ്ട്. എന്താണെങ്കിലും ഇത് സൈനൈഡ് മോഹനാണോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. ഏകദേശം ലുക്കും കാര്യങ്ങളിലുമൊക്കെ അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു കഥാപാത്രമാണ്. എന്താണെങ്കിലും മമ്മൂട്ടിയുടെ കയ്യിലാണോ ഈ ഒരു ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത്, അത് കത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സോഷ്യൽ മീഡിയ ആളിക്കത്താനുള്ള വകുപ്പുണ്ട് കളങ്കാവലിന്. അത് വിനായകന്റെ ലുക്കാണെങ്കിലും മമ്മൂട്ടിയുടെ ലുക്കാണെങ്കിലും ഓരോ ഒന്നൊന്നര കിടുക്കാച്ചി സംഭവം എന്ന് തന്നെ പറയാം. അപ്പോൾ എതിരാളികൾക്ക് മനസ്സറിഞ്ഞ് കൈയടിക്കാം, ആത്മാർത്ഥമായി കൈയടിക്കാം, ആരാധകരെ ക്ഷണിക്കുന്നു, ഒപ്പം ഇതൊന്നുമല്ലാത്ത സാധാരണക്കാരെയും ക്ഷണിക്കുകയാണ്. ഇത് മലയാളത്തിന്റെ മമ്മൂട്ടിയാണ്. ഇതേപോലെയുള്ള വേഷം നമുക്ക് കാണണമെങ്കിൽ ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ, അത് മമ്മൂട്ടി എന്ന ആ ഒരു ഫിഗറിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. എന്താണേലും സമീപകാലത്ത് മമ്മൂട്ടിയുടെ എല്ലാ സിനിമകളും, കഴിഞ്ഞ 20ഓളം സിനിമകൾ എടുത്തു നോക്കിയാൽ എല്ലാം ഒന്നിനൊന്നിന് വ്യത്യാസം പുലർത്തുന്ന സിനിമകൾ തന്നെയായിരുന്നു. ഇതും അതിന് മുകളിൽ നിൽക്കുന്ന, അതായത് കോമ്പറ്റീഷൻ മമ്മൂട്ടി വേഴ്സസ് മമ്മൂട്ടിയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ കമന്റ്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക. താങ്ക് യു ബ്രോസ്.